നഴ്സിംഗ് പഠനത്തിന് ശേഷം നിഷ എന്ന ഈ കുട്ടിക്ക് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അടുത്തു തന്നെയുള്ള ഒരു ചെറിയ ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചത്. എന്നാൽ അതൊരു ചെറിയ ആശുപത്രി തന്നെയായിരുന്നു. അതിൽ ഏകദേശം ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു 5-ൽ കുറഞ്ഞ റൂമുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പേഷ്യൻസിന് അവിടെ ഒബ്സർവേഷനിൽ കിടക്കാൻ. അധികം സൗകര്യമൊന്നും ഇല്ലാത്ത ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ പകൽ സമയത്ത് ഒരു നഴ്സിനെയും രാത്രി സമയത്ത് മറ്റൊരു നഴ്സും മാത്രമേ അവിടെ ജോലിക്ക് ഉണ്ടാവുമായിരുന്നുള്ളൂ. അതുകൊണ്ട് നിഷ ആദ്യമായി ജോലിക്ക് കയറിയ സമയത്ത് നിഷയ്ക്ക് ആദ്യമായി ലഭിച്ചത് നൈറ്റ് ഡ്യൂട്ടി തന്നെയായിരുന്നു. എക്സ്പീരിയൻസ് അത്ര കുറവ് തന്നെയായിരുന്നു നിഷയ്ക്ക്. അതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടി എടുക്കാമെന്ന് അവൾ സമ്മതിച്ചിരുന്നു. അന്ന് അവൾ ആ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഒരു രോഗികൾ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡോക്ടറൊന്നും എപ്പോഴും ഉണ്ടാവാറില്ല. ആ ഒരു ആശുപത്രിക്ക് തൊട്ടടുത്ത് തന്നെയാണ് ആ ആശുപത്രിയിലെ ഡോക്ടർ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ അവിടെ നിന്ന് ഫോൺ ചെയ്യുകയാണെങ്കിൽ ആ ഡോക്ടർ വന്ന് രോഗികളെ പരിശോധിച്ച് തിരിച്ചു പോവാറാണ് പതിവ്. അതുകൊണ്ട് തന്നെയായിരുന്നു ആ ആശുപത്രിയിൽ രാത്രി സമയത്ത് ഒരു നഴ്സിംഗ് സ്റ്റാഫിനെയും അതുപോലെ പുറമെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെയും മാത്രമേ ജോലിയിൽ നിർത്താറുണ്ടായിരുന്നുള്ളൂ. ആ ആശുപത്രി മുഴുവൻ CCTV സർവൈലൻസ് എല്ലാം വെച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ ആ ആശുപത്രിയിൽ ആദ്യത്തെ നിലയിൽ ഹോസ്പിറ്റൽ റിസപ്ഷൻ അതുപോലെ മെഡിസിൻ കൊടുക്കുന്ന സ്ഥലവും എല്ലാമായിരുന്നു. ഈ മെഡിസിൻ എല്ലാം വിതരണം ചെയ്യുന്നതും അവിടുത്തെ നഴ്സസ് തന്നെയായിരുന്നു. അതുകൊണ്ട് പേഷ്യൻസിനെ കിടത്തുന്ന ഒരു ഫ്ലോർ ആയിരുന്നു ഫസ്റ്റ് ഫ്ലോർ. ആ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ മാത്രമേ അവിടെ പേഷ്യൻസ് ഉണ്ടാവുമായിരുന്നു. എന്നാൽ നിഷയ്ക്ക് അന്ന് ആദ്യമായി ജോലിക്ക് വന്ന സമയത്ത് നിഷയ്ക്ക് ജോലികളൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് അവിടെ നേരത്തെ ജോലി ചെയ്യുന്ന ആ ഒരു നഴ്സ് നിഷയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് അല്പം വിചിത്രം തന്നെയായിരുന്നു. നിഷയോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു: ഈ ഹോസ്പിറ്റലിൽ താഴത്തെ നിലയിൽ നമ്മുടെ ഡ്യൂട്ടി റൂമും ഫാർമസി സൗകര്യങ്ങളും മാത്രമേ ഉള്ളൂ. 1ാമത്തെ നിലയിലാണ് രോഗികളെ കിടത്തുന്നത്. അവിടെ ഏകദേശം 3-4 റൂം മാത്രമേ രോഗികൾക്ക് കിടക്കാനായി സജ്ജീകരിച്ചിട്ടുള്ളൂ. അതിനു മുകളിലെ റൂമിലേക്കോ അതിനു മുകളിലെ നിലയിലേക്കോ ഒന്നും നീ ഒരു കാരണവശാലും പോകരുത്. അവിടെയൊക്കെ അടച്ചു പൂട്ടി വെച്ചിരിക്കുകയാണ്. എപ്പോഴെങ്കിലും രാത്രി ആ ഒരു നിലയിൽ നിന്നും ഏകദേശം 3ാമത്തെ നിലയിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദം കേൾക്കുകയാണെങ്കിൽ നീ ഒരിക്കലും അങ്ങോട്ട് പോകരുതെന്നും അവിടേക്ക് പോവാൻ ശ്രമിക്കരുതെന്നും പറഞ്ഞു. എന്നാൽ അതിന് അവൾ ഒന്നും തന്നെ പറഞ്ഞില്ല. കാരണം അവൾ ആദ്യമായി ജോലിക്ക് കയറിയ ദിവസമായതുകൊണ്ട് തന്നെ ആ സിസ്റ്ററോട് അവൾ കൂടുതലായിട്ട് ഒന്നും ചോദിച്ചില്ല. എന്നാൽ ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ നഴ്സിംഗ് പഠിച്ച നിഷയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് നിഷ ആദ്യമായി നിഷയുടെ ഡ്യൂട്ടി തുടങ്ങി. ഏകദേശം ഈ ഹോസ്പിറ്റലിന് ഒരുപാട് പഴക്കമുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതും അതുപോലെ പെയിന്റ് എല്ലാം ഇളകി നിൽക്കുന്നതുമായിട്ടുള്ള ചുമരുകൾ തന്നെയായിരുന്നു. അവിടെ 1-2 വീൽ ചെയറും അതുപോലെ ട്രോളിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ഏകദേശം തുരുമ്പെടുത്ത രീതിയിൽ തന്നെയായിരുന്നു അവിടെ കിടന്നിരുന്നത്. ഏകദേശം എന്തോ ഒരു ദുരൂഹത നിറഞ്ഞ ആശുപത്രി പോലെ തന്നെയായിരുന്നു അത് കാഴ്ചയ്ക്ക് തോന്നിയിരുന്നത്. അങ്ങനെ ആദ്യമായി നിഷ തൻ്റെ ജോലി ആരംഭിച്ചു. പേഷ്യൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പഴയ റെക്കോർഡ്സും മുന്നേ ഉണ്ടായിരുന്ന ചില തീരാത്ത ജോലികളും അവളെ ആ നഴ്സ് ഏൽപ്പിച്ചിരുന്നു. അത് ചെയ്യുന്ന സമയത്താണ് ഏകദേശം 1:30 മണിയായപ്പോൾ പെട്ടെന്നാണ് അവൾ നിൽക്കുന്ന സമയത്ത് മുകളിൽ നിന്നും എന്തോ ഒരു വസ്തു ഉരുണ്ട് വീഴുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേൾക്കുന്നത്. ടക് ടക് ടക്. ഏകദേശം ഈ സ്റ്റെയർ കേസിലെല്ലാം എന്തെങ്കിലും കല്ലോ ഉരുണ്ട വസ്തുക്കളോ ഇട്ടാൽ അത് ഉരുണ്ട് വീഴുന്ന തരത്തിലുള്ള ഒരു ശബ്ദമില്ലേ, അതുപോലെ ഒരു ശബ്ദമായിരുന്നു ആ ഒരു പടിക്കെട്ടിൽ നിന്നും അവൾ കേട്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അവൾ ആ ഒരു ഫ്ലോറിൽ ആരുമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അവിടെ നിന്നും ഇത്തരത്തിലുള്ള ശബ്ദം കേൾക്കുന്നത് എന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു. എന്നാൽ അപ്പോഴാണ് അവൾ ഒരു കാര്യം ഓർത്തത്. അടച്ചിട്ട ഭാഗങ്ങളല്ലേ, ചിലപ്പോൾ വല്ല പൂച്ചയോ എലിയോ എന്തെങ്കിലും തട്ടിയിട്ടതാവാം എന്നൊക്കെ അവൾ മനസ്സിൽ സ്വയം ആശ്വസിക്കാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു അവളുടെ ഡ്യൂട്ടി റൂമിലെ ഒരു അലാറം മുഴങ്ങാൻ തുടങ്ങിയത്. അത് ഏകദേശം പഴയകാലത്ത് പേഷ്യൻസ് ഒക്കെ സജീവമായിരുന്ന ആ സമയത്ത് പേഷ്യൻസിന് നഴ്സസിനെ വിളിക്കാനായി റൂമുകളിൽ ബെൽ വെച്ചിരുന്നു. ആ ബെല്ലിൻ്റെ അലാറമായിരുന്നു മുഴങ്ങിക്കൊണ്ടിരുന്നത്.
എന്നാൽ പെട്ടെന്ന് അവൾ അങ്ങോട്ട് നോക്കുന്ന സമയത്തായിരുന്നു പുറകിൽ നിന്നും ആ അലാറം കേട്ടത്. അതുകൊണ്ട് പേടിച്ച് പെട്ടെന്ന് പുറമേക്ക് തിരിഞ്ഞു നോക്കി അവൾ ആ അലാറം സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ആ ഒരു അലാറം അടിക്കുന്നത് റൂം നമ്പർ 302-ലായിരുന്നു. എന്നാൽ റൂം നമ്പർ 302 ഇവിടെ 3-ാമത്തെ നിലയിലാണ്. എന്നാൽ ആളില്ലാത്ത ഈ റൂമിൽ നിന്ന് എങ്ങനെയാണ് അലാറം വരുന്നതെന്ന് അവൾ കുറച്ചു സമയം ആലോചിച്ചിരുന്നു. എന്തെങ്കിലും ടെക്നിക്കൽ എറർ ആവാം എന്ന് കരുതി അവൾ ആ അലാറം ഓഫ് ചെയ്തു. അങ്ങനെ വീണ്ടും ആ പടിക്കെട്ടിൽ നിന്ന് എന്തോ ഒരു മുരൾച്ച പോലെയുള്ള ഒരു ശബ്ദം കേട്ട് അവൾ വീണ്ടും അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കി. 1-ാം നിലയിലേക്ക് അവൾ കയറി. അവിടെ മൊത്തം പേഷ്യൻസിനെ കിടത്തുന്ന സ്ഥലമാണ്. എന്നാൽ 2-ാം നിലയിൽ നിന്നും 3-ാം നിലയിലേക്ക് കയറുന്നതിന് വേണ്ടി അവൾ ശ്രമിക്കുമ്പോൾ ഒരു വലിയ ഇരുമ്പ് വാതിൽ കൊണ്ട് ആ ഒരു സ്റ്റെയർ കേസ് അടച്ചു പൂട്ടിയിരുന്നു. എന്നാൽ പഴയ ലിഫ്റ്റ് ഉപയോഗിക്കാമെന്ന് കരുതി ലിഫ്റ്റ് നോക്കുമ്പോൾ ആ ഒരു 3-ാമത്തെ നിലയിലേക്കുള്ള ലിഫ്റ്റ് കണക്ഷൻ അവിടെ ഒഴിവാക്കിയിരുന്നു. അതുകൊണ്ട് വീണ്ടും എങ്ങനെയൊക്കെയോ ആ ഒരു ഗേറ്റിന്റെ വിടവിലൂടെ മുകളിലേക്ക് നോക്കുമ്പോൾ കൂരാക്കൂരി ഇരുട്ട് മാത്രമേ നിഷയ്ക്ക് കാണാൻ സാധിച്ചിരുന്നുള്ളൂ. അങ്ങനെ നിഷ വീണ്ടും താഴേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ആ നഴ്സിംഗ് റൂമിലിരുന്ന് വീണ്ടും ആ ഒരു സ്റ്റെയർ കേസിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് ഒരു ഫോൺ കോൾ അവൾക്ക് വന്നത്. അത് ഒരു വലിയ ശബ്ദത്തോടെയായിരുന്നു ആ ലാൻഡ് ഫോൺ അവൾക്ക് മുന്നിൽ മുഴങ്ങിയിരുന്നത്. പെട്ടെന്ന് തന്നെ അവൾ ആ ഫോൺ എടുത്ത് ഹലോ എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ നിന്നും കേട്ട ആ ഒരു മറുപടി ശബ്ദം അല്പം ഭീകരമായിരുന്നു. ആരോ ക്ഷീണിച്ചതുപോലെ, എത്രയും പെട്ടെന്ന് ഈ റൂമിലേക്ക് വരണം, ഞാൻ മരിക്കുകയാണ്, എന്നെ രക്ഷിക്കണം, എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു രോഗി വിളിച്ചു പറയുന്ന രീതിയിലായിരുന്നു സംഭാഷണം. അതിന് നിഷ ചോദിച്ചു, സർ ഇവിടെ രോഗികളൊന്നുമില്ല, നിങ്ങൾ ഏത് റൂമിൽ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ 302-ൽ നിന്നാണ് വിളിക്കുന്നത്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഫോൺ സംഭാഷണം അവിടെ അവസാനിച്ചു. എന്നിട്ട് ഫോൺ വെച്ചതിന് ശേഷം നിഷ ചിന്തിച്ചിരുന്നു, 302-ൽ രോഗികളൊന്നും ഇല്ല എന്നാണല്ലോ ആ നഴ്സ് പറഞ്ഞത്, പിന്നെ എവിടെ നിന്നാണ് എനിക്ക് ഫോൺ കോൾ വന്നതെന്നൊക്കെ വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ മനസ്സിലോർത്തത്, ഞാനൊരു നഴ്സാണല്ലോ, ആരെങ്കിലും സഹായത്തിനായി എന്നെ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് പോവേണ്ടത് എൻ്റെ കടമയാണല്ലോ എന്നൊക്കെ അവൾ മനസ്സിൽ വെച്ചു. എന്തു വന്നാലും വേണ്ടിയില്ല, എനിക്ക് 302-ൽ നിന്ന് വന്ന ഈ ഫോൺ കോളിൻ്റെ പിന്നിലെ രഹസ്യം എനിക്ക് അറിയണമെന്ന ആ ഒരൊറ്റ ആവശ്യത്തിൽ അവൾ നഴ്സിംഗ് സ്റ്റേഷനിൽ നിന്ന് ആ ഒരു 3-ാമത്തെ നിലയിലേക്ക് ഓരോ പടികളായി കയറാൻ തുടങ്ങി. എന്നാൽ 2-ാമത്തെ നിലയിലെത്തിയപ്പോൾ അവൾക്ക് മുന്നിൽ പൂട്ടിയിട്ടിരുന്ന ആ വാതിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കല്ലുപയോഗിച്ച് അവൾ ശക്തമായി ഉടച്ചു. എന്നിട്ട് അവൾ ഓരോ പടികളായി മുകളിലേക്ക് കയറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ആദ്യം കയറി ചെന്നപ്പോൾ തന്നെ അവളുടെ കണ്ണിലുടക്കിയത് ആ റൂം നമ്പർ 302 ആയിരുന്നു. എന്നാൽ ആ 302-ലേക്ക് അവൾ കയറുന്നതിന് മുമ്പ് അവൾ ചുറ്റുപാടും നോക്കി. അവിടെ മൊത്തം പൊടി പിടിച്ച് കിടക്കുകയാണ്. ഏകദേശം വർഷങ്ങളോളം ആ ഒരു ഭാഗത്തേക്ക് ഒരു മനുഷ്യൻ പോലും വന്നിട്ടില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം അവൾ കണ്ടു. എന്നാലും 302-ന്റെ ഡോറ് പതിയെ ഇളകുന്നത് കണ്ട് അവൾ ആ 302 മുറിയിലേക്ക് കയറി. അങ്ങനെ കയറുന്ന സമയത്ത് ഒരു തുരുമ്പെടുത്ത കട്ടിൽ, ഒരു ചളി പിടിച്ച മെത്തയ്ക്ക് മുകളിൽ ഒരു രൂപം കിടക്കുന്നു. ഒരു സ്ത്രീയെ പോലെ തോന്നിക്കാവുന്ന ഒരു രൂപം. ആ ഒരു സ്ത്രീ നെഞ്ചത്ത് കൈവച്ച്, അയ്യോ എനിക്ക് വേദനിക്കുന്നു, എന്നെ രക്ഷിക്കണം, എന്നെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം, എനിക്ക് മരുന്ന് തരൂ, എനിക്ക് ഇനി ജീവിക്കാൻ വയ്യ, എനിക്ക് ശ്വസിക്കാൻ വയ്യ, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് നിഷ അവിടെ എത്തിയതിനു ശേഷം തൻ്റെ ആ രൂപത്തിൻ്റെ കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ ആ ഒരു രൂപത്തിന് പൾസ് ലഭിക്കുന്നേ അതിനോടൊപ്പം ഒരു വല്ലാത്ത തരം ദുർഗന്ധവും അവിടെ വന്നുകൊണ്ടിരുന്നു. എന്നാലും മാസ്ക് അല്പം പൊക്കി വെച്ചതിന് ശേഷം ആ ഒരു രോഗിയോട് നിഷ പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല, ഞാൻ നിങ്ങളെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് കാർഡിയക് അറസ്റ്റ് എന്തെങ്കിലും സംഭവിക്കുകയാണോ എന്നൊക്കെ അവളുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ ഒരു പേഷ്യന്റിന് പെട്ടെന്ന് തന്നെ അവൾ CPR നൽകുന്നു. പെട്ടെന്ന് നെഞ്ചിൻ്റെ ഭാഗത്ത് 3-4 തവണ അമർത്തുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു രൂപം കണ്ണ് തുറന്നത്. എന്നാൽ ആ ഒരു രൂപം കണ്ണ് തുറന്നപ്പോൾ ആ ഒരു രൂപത്തിന് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട ഉടനെ തന്നെ അവൾ ചാടി എഴുന്നേറ്റ് അവിടെ നിന്നും ഓടാൻ ഒരുങ്ങുന്ന സമയത്ത് ആ രൂപം ചാടി എഴുന്നേറ്റ് നിഷയുടെ കഴുത്തിൽ മുറുകെ പിടിച്ചിരുന്നു. അതിനുശേഷം എങ്ങനെയൊക്കെയോ നിഷ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് വീണ്ടും റിസപ്ഷനിലേക്ക് എത്തിയ സമയത്ത് അവളുടെ കഴുത്തിൽ നിന്നും ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു രൂപം അവളുടെ കഴുത്തിൽ കടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വേർപ്പെടുത്തിയായിരുന്നു നിഷ ഈ റിസപ്ഷനിലേക്ക് ഓടിയെത്തിയത്.
എങ്ങനെ കയ്യിലുണ്ടായിരുന്ന ഒരു ടവൽ വെച്ച് രക്തം വാർന്നൊഴുകുന്നത് അവൾ തടയാൻ ശ്രമിച്ചു. എന്നാൽ പെട്ടെന്ന് തന്നെ അവളുടെ കണ്ണിലേക്ക് ഇരുട്ട് കയറി വന്നതും അവൾ അവിടെ ബോധരഹിതയായി വീണു. അടുത്ത ദിവസം അവൾ കണ്ണ് തുറക്കുമ്പോൾ അവൾ ഒരു മുറിയിൽ അഡ്മിറ്റ് ആയിരുന്നു. ചുറ്റും തനിക്ക് ഹാൻഡ് ഓവർ ചെയ്ത നഴ്സും കുറച്ച് ഡോക്ടേഴ്സും അവളുടെ ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ കണ്ണു തുറന്ന സമയത്ത് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഓണറായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ ചോദിച്ചു, നിനക്ക് എന്താണ് സംഭവിച്ചത്? നീ എങ്ങനെയാണ് ബോധം കെട്ട് വീണത് എന്നൊക്കെ ചോദിച്ചു. അതിന് അവൾ പാതി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, അർദ്ധരാത്രി 1 മണി കഴിഞ്ഞതിന് ശേഷം റൂം നമ്പർ 302 നിന്നും എനിക്കൊരു ഫോൺ കോൾ വന്നു. ആ ഒരു ഫോൺ കോളിന് പുറകെ പോയപ്പോഴാണ് ഞാൻ ആ റൂമിൽ ഒരു പേഷ്യൻ്റ് വേദനിച്ച് കരയുന്നത് കണ്ടത്. അതിനെ സഹായിക്കാനായി നോക്കുന്ന സമയത്ത് അതെന്തോ ഒരു വിചിത്ര രൂപമായി മാറി എന്നെ കടന്നു പിടിച്ച് ആക്രമിച്ചതാണ് സർ എന്നൊക്കെ ആ നിഷ പെറുപെറുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഡോക്ടർ പെട്ടെന്ന് മുഖത്തെ ഭാവങ്ങളൊക്കെ മാറ്റി റൂം നമ്പർ 302 അവിടേക്ക് പോകുന്ന വഴികളെല്ലാം ഞാൻ അടച്ചിട്ടിരിക്കുകയാണല്ലോ, പിന്നെ അവിടെ നിന്നും എങ്ങനെയാണ് ഒരു ഫോൺ കോൾ വരുന്നത്? അവിടെ 10 വർഷത്തോളമായി ഒരു പേഷ്യൻസിനെ പോലും അഡ്മിറ്റ് ചെയ്യാറില്ല. അതൊരു വല്ലാത്ത തരം വിചിത്രമായ ഒരു ഭാഗമാണ് ഈ ആശുപത്രിയുടെ. 10 വർഷങ്ങൾക്ക് മുമ്പേ അവിടെ ഒരു രോഗി, മാനസിക നില ബാധിച്ച രോഗിയെ അവിടെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് രാത്രി അവരുടെ കൂട്ടിരിപ്പുകാർ എങ്ങോട്ടും മാറിയതിനു ശേഷം ആ രോഗി അവിടെ ആത്മഹത്യ ചെയ്തിരുന്നു. അതിനുശേഷം ആ ഭാഗങ്ങളിൽ വരുന്ന രോഗികൾക്കും അതുപോലെ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്കുമെല്ലാം എന്തൊക്കെയോ അമാനുഷികമായ കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ട് ഞാൻ ആ ഒരു നില മൊത്തം അടച്ചിട്ടു. ഞാനൊരു ഡോക്ടർ ആയിരുന്നിട്ട് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കാൻ പാടില്ല എന്നത് എനിക്ക് അറിയാമായിരുന്നിട്ടും ഞാൻ ആ ഒരു ഭാഗത്തെ ലോക്ക് ചെയ്തിട്ടു. അവിടുത്തെ ആ അമാനുഷികത മാറ്റിമറിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്കത് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു 3ാമത്തെ നില ഞാൻ എന്നേക്കുമായി അടച്ചിട്ടിരുന്നു. നീ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നാലും അവിടെ ഒരു ആത്മാവ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നിനക്ക് അവിടെ നിന്നും ഒരു കോള് വന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു. പെട്ടെന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി അങ്ങോട്ട് ഓടിയെത്തുന്നത്. സർ സർ എന്നൊക്കെ വിളിച്ചായിരുന്നു ആ സെക്യൂരിറ്റി കിതച്ചുകൊണ്ട് ഓടി വന്നിരുന്നത്. സർ, നഴ്സിംഗ് സ്റ്റേഷനിലെ റിസപ്ഷനിലെ CCTV ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് സിസ്റ്റർ പറഞ്ഞ ആ ഒരു സമയത്ത് ആ ഒരു CCTV ദൃശ്യം മാത്രം അവിടെ നിന്നും നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ 1ാമത്തെ നിലയിലെയും 2ാമത്തെ നിലയിലെയും CCTV ഞാൻ പരിശോധിച്ചു. അതിൽ 2ാമത്തെ നിലയിലേക്ക് നിഷ സിസ്റ്റർ കയറി പോകുന്നതിൻ്റെ വിഷ്വൽസ് വ്യക്തമാണ്. എന്നാൽ 3ാമത്തെ നിലയിൽ ആ 302ാമത്തെ റൂമിന് ഉള്ളിൽ വെച്ച CCTV ദൃശ്യം പരിശോധിക്കുമ്പോൾ നിഷ സിസ്റ്റർ അങ്ങോട്ട് എത്തി എന്നുള്ളതിന് സത്യമാണ്. ഡോക്ടർ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കണമെന്ന് ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ആ ഡോക്ടറോട് പറയുകയുണ്ടായി. അതുകൊണ്ട് സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ കൂടെ ആ ഡോക്ടർ അവരെ അവിടെ നിർത്തിക്കൊണ്ട് ആ ഒരു CCTV മുറിയിലേക്ക് നടന്നു. അതിനുശേഷം ആ ഒരു വിഷ്വൽസ് എല്ലാം പരിശോധിക്കുന്ന സമയത്ത് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞതുപോലെ തന്നെ അർദ്ധരാത്രി റിസപ്ഷനിൽ നിന്നും നിഷ സിസ്റ്റർ 1ാം നിലയിലേക്കും 1ാം നിലയിൽ നിന്ന് പൂട്ടുപൊളിച്ച് 2ാം നിലയിലേക്കും പോകുന്നുണ്ട്. എന്നാൽ 2ാം നിലയിലെ 302 റൂമിൽ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് നിഷ സിസ്റ്റർ പറഞ്ഞതുപോലെ ആ ബെഡിൽ ഒരാളൊന്നും കിടക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ മൊത്തം ഒഴിഞ്ഞു കിടക്കുക തന്നെയായിരുന്നു. എന്നാലും നിഷ സിസ്റ്റർ എന്തൊക്കെയോ പരിഭ്രാന്തി കാണിച്ച് കാലിയായി കിടക്കുന്ന ആ ബെഡിന് മുകളിൽ CPR കൊടുക്കുന്നത് പോലെ ഒരു വിഷ്വലും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ ആ ഡോക്ടർ പറഞ്ഞു. എന്നാൽ പെട്ടെന്നാണ് 302 നിന്ന് ആ നിഷ സിസ്റ്റർ ഓടി മറയുന്ന സമയത്ത് ആ ഒരു രൂപം, ആ ഒരു വിചിത്രമായ ആ ഒരു പ്രേതാത്മാവ് നിഷ സിസ്റ്ററെ കടന്നു പിടിക്കുന്ന ആ ഒരു രൂപം, ആ ഒരു വിഷ്വൽ മാത്രം ആ ഒരു CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത്ഭുതം തോന്നിയ കാര്യം മറ്റൊന്നായിരുന്നു. ആ ഒരു പൈശാചിക ശക്തി പെട്ടെന്ന് തന്നെ നിഷ സിസ്റ്ററുടെ ശരീരത്തിലേക്ക് കയറുന്നത് പോലെയുള്ള ഒരു കാഴ്ചയും ആ ഒരു ഡോക്ടർ ആ ഒരു CCTV ദൃശ്യത്തിലൂടെ കണ്ടു. ഇത് കണ്ട ഉടനെ തന്നെ പെട്ടെന്ന് അവിടെ നിന്നും ഈ CCTV നിരീക്ഷണങ്ങളൊക്കെ നിർത്തി ആ നിഷ സിസ്റ്റർ കിടന്നിരുന്ന റൂമിലേക്ക് ഓടി. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഡോക്ടറും ആ സെക്യൂരിറ്റി ജീവനക്കാരനും കണ്ട കാഴ്ച അതിദാരുണമായി കൊല്ലപ്പെട്ട് കിടക്കുന്ന തൻ്റെ സഹപ്രവർത്തകരും അവിടുത്തെ ഡോക്ടേഴ്സിനെയുമായിരുന്നു. എന്നാൽ നിഷ സിസ്റ്ററുടെ ശരീരത്തിലേക്ക് കയറിയ ആ ആത്മാവും നിഷ സിസ്റ്ററെയും അവിടെ ആരും കണ്ടില്ല പിന്നീട്. എന്നാലും ഈ 302 നിന്നും രക്ഷപ്പെട്ട ആ പിശാച് ഈ നിഷ സിസ്റ്ററുടെ ശരീരത്തിൽ കയറിയെങ്കിൽ ഈ നിഷ സിസ്റ്റർ ഉറപ്പായും കൊല്ലപ്പെട്ടിരിക്കണം. എന്നാൽ ഈ നിഷ സിസ്റ്ററുടെ ആത്മാവ് അല്ലെങ്കിൽ ഈ സിസ്റ്ററുടെ ശവശരീരം എവിടെ പോയി? ആ ഒരു ചോദ്യം ആ ഹോസ്പിറ്റലിൽ വീണ്ടും ബാക്കിയായി.
അതിനുശേഷം ആ ഒരു ഡോക്ടർ പിന്നീട് ആ ഒരു ഹോസ്പിറ്റൽ തുറന്ന് പ്രവർത്തിപ്പിച്ചില്ല. ഒരു ഹോണ്ടഡ് ഹോസ്പിറ്റലായി ആ ഒരു ആശുപത്രി എന്നേക്കുമായി അടച്ചിട്ടു. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കൂട്ടത്തിലും ഒരു നഴ്സിംഗ് പ്രൊഫഷണൽ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു 302 റൂമും അതുപോലെ ഒരു 2ാം നിലയും ഉണ്ടെങ്കിൽ വാണിംഗ് ലഭിച്ചതിന് ശേഷവും അവിടെ നിന്ന് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ശബ്ദം കേട്ടാൽ നിങ്ങൾ അങ്ങോട്ട് പോയി നോക്കും എന്ന് നിങ്ങളിവിടെ കമൻ്റായി രേഖപ്പെടുത്തണം. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.